പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, വീണ്ടും ഒരിക്കൽ കൂടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടുന്നതിനും ദൈവവചനം പഠിക്കുന്നതിനും തക്കവണ്ണം ഞങ്ങളെ ഒരുക്കുന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വചനങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകൾക്ക് നീ പ്രകാശം നൽകണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ വേദപുസ്തക പഠനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവാകുന്ന പരിശുദ്ധ കന്യമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ വല്ല ചോദ്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ചതിന്റെ ബാക്കിയായിട്ട് നമ്മള് അഞ്ച് ആറാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ല, 5-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മള് ഈ രണ്ട് പ്രധാനപ്പെട്ട ഈ തിയോളജിക്കലായിട്ടുള്ള ചിന്തകളാണ് നമ്മൾ കണ്ടത്. അത് 3-ാം അധ്യായത്തിൽ, 2-ാം അധ്യായത്തിന്റെ അവസാനവും 3-ാം അധ്യായം കൂടെ ഒരുമിച്ച് എടുക്കുമ്പോഴുണ്ടാകുന്ന പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർ, മിനിസ്ട്രി ഓഫ് ന്യൂ കവണന്റ് എന്നുള്ള ആദ്യത്തെ ഒരു ദൈവശാസ്ത്രപരമായ ഒരു ചിന്ത. അത് കഴിഞ്ഞിട്ട് 4-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് 4-ാം അധ്യായത്തിന്റെ പകുതി മുതൽ 5-ാം അധ്യായത്തിന്റെ പകുതി വരെ അവിടെയാണ് ഈ സഫറിങ്സും ട്രാൻസ്ഫോർമേഷനും, അതെങ്ങനെയാണ് പ്രസന്റ് വേൾഡിൽ നമ്മൾ ട്രാൻസ്ഫോം ആവുന്നത്, നമ്മൾ രൂപാന്തരം സംഭവിക്കുന്നത്, വരാനിരിക്കുന്ന ലോകത്തിൽ നമ്മൾ എങ്ങനെയാണ് രൂപാന്തരം സംഭവിക്കുന്നത്. അതാണ് നമ്മള് ഈ കൂടാരമായ ഭൗമഭവനം എന്നുള്ളതൊക്കെ അലങ്കാരത്തെ പറ്റി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ചിന്ത, ഈ 3 ചിന്തകളാണ് നമ്മൾ പഠിക്കുന്ന ഈ ഭാഗത്ത് പ്രധാനമായിട്ടുള്ളത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച അതിനെ പറ്റി ഒരു 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 ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. മൂന്നാമത്തെ ഒരു ചിന്തയായിട്ട് പൗലോസ് അവതരിപ്പിക്കുന്നത് ഈ നിരപ്പാകലിന്റെ ശുശ്രൂഷ. ഇത് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. അത് ആത്മാവ് അതിനുവേണ്ടി ഒരുക്കുന്നു. അതിന്റെ ഒരു കണ്ടന്റിനെ പറ്റിയാ പറയുന്നത്. എന്താണ് ഈ ന്യൂ കവണന്റിന്റെ ശുശ്രൂഷ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. അതാണ് പൗലോസ് ലീഹ ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ ഈ ഭാഗം നമ്മളൊരു മുഴുവനായിട്ടൊന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ഓരോ ചിന്തകൾ പറയുന്നതിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും പൗലോസ് ലീഹ തന്റെ അപ്പോസ്തോലികമായ അധികാരത്തെ പറ്റിയും കൂടെ പറയുന്നുണ്ട്. അതിന്റെ ഒതന്റിസിറ്റി. അത് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ ഇഷ്ടിക അടുക്കി മതില് പണിയുന്നത് പോലെയാ. തിയോളജിക്കലായിട്ടുള്ള തോട്ട്സ് ഇഷ്ടികയായിട്ട് വരുമ്പോൾ അതിന്റെ മുകളിലും താഴെയും സിമെന്റ് വെക്കുന്നത് പോലെ തന്റെ അപ്പോസ്തോലിക അധികാരത്തെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് ആ ചിന്തയിലേക്ക് പോകുന്നത്. അത് തന്നെ ഈ മൂന്നാമത്തെ പാർട്ട് തുടങ്ങുന്ന 5:11 നമുക്ക് അത് തന്നെയാണ് കാണാവുന്നത്. 5:11 തൊട്ട് 13 വരെയുള്ളിടത്ത് വീണ്ടും പൗലോസ് ലീഹ താൻ നേരിടുന്ന ആരോപണങ്ങളെ ഒന്നുകൂടെ ഒന്ന് പറയുന്നു. എന്നിട്ടാണ് പുതിയ ചിന്തയിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല, നമ്മൾ വേറൊരു ഒരു ലിറ്റററി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുന്നത്, പൗലോസ് ലീഹ എപ്പോഴും ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് പോകുമ്പോൾ അതിനെ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അത് ആദ്യത്തെയും അവസാനത്തെയും വാക്യങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കും.
എന്നിട്ട് ഈ പറയുന്നതിലെ ആശയങ്ങളെ നേരത്തെ പറഞ്ഞ ആശയങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനും ശ്രമിക്കും. അങ്ങനെ ഒരു കണക്ഷൻ വേർഡിലാണ് ഈ 5:11 തുടങ്ങുന്നത്. 5:10 അവസാനിപ്പിക്കുമ്പോ ആഹ് ദൈവത്തിന്റെ മുമ്പാകെയുള്ള ന്യായവിധിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അതിന്റെ ബാക്കിയായിട്ട് ആകയാൽ കർത്താവിനെ ഭയപ്പെടണം. അന്നേരം ആ ന്യായവിധിയുടെ സാഹചര്യത്തിലാണ്, കോണ്ടെക്സ്റ്റിലാണ് ആ ഭയപ്പെടുക എന്നുള്ള കാര്യത്തെ പറ്റി പറയുന്നത്. എന്നിട്ട് അങ്ങനെ കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. മലയാളത്തിൽ അവിടെ സമ്മതിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ഇംഗ്ലീഷിലും ഗ്രീക്ക് ഭാഷയിൽ അവിടെ പെർസ്വേഡ് എന്നുള്ള വാക്കാ, പ്രചോദിപ്പിക്കുക എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ സുവിശേഷം കൊണ്ട് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു പെർസ്വേഡ് അല്ലെങ്കിൽ കാജലിംഗ് എന്നുള്ള ഒരു അർത്ഥം കൂടെ വരുന്നത്. നിങ്ങളെ ഞങ്ങള് വശീകരിക്കുന്നത്, അതൊരു പോസിറ്റീവ് സെൻസിൽ. അത് ഈ സുവിശേഷത്തിന് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ വശീകരിക്കുന്നത് ദൈവത്തിനെ ഭയപ്പെട്ടുകൊണ്ടാണ്. അത് എന്നിട്ട് ഞങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷിയിലും വെളിപ്പെട്ടിരിക്കുന്നു. ഇത് നേരത്തെ തന്നെ പൗലോസ് പല പ്രാവശ്യം പറഞ്ഞേക്കുന്ന ഒരു സംഗതിയാണ്. എനിക്ക് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനില്ല എന്നുള്ള ഒരു അത് പൗലോസിന് ഉള്ള ഒരു ആരോപണത്തിന്റെ മറുപടിയാണ്. അടുത്ത വാചകവും ആ ആരോപണത്തിന്റെ തന്നെ മറുപടിയാണ്. ഞങ്ങളെ തന്നെ പ്രശംസിക്കുകയല്ല. വി ആർ നോട്ട് കമന്റിങ് ourselves. ഞങ്ങൾ ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുകയല്ല. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി പ്രശംസിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. but giving you an opportunity for boasting on behalf of us. പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നു. പൗലോസ്ലീഹ ഇതൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിനെ പറ്റി കൊരിന്ത്യർക്ക് പ്രശംസിക്കാം. അതാരുടെ മുമ്പിലാ പ്രശംസിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട്. ഹൃദയം നോക്കാതെ മുഖം നോക്കി പ്രശംസിക്കുന്നവര്. പൗലോസ്ലീഹ തന്റെ ഈ അഡ്വേഴ്സറീസിനെ പറ്റി എതിരാളികളെ പറ്റിയാ പറയുന്നത്. എതിരാളികളുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, അവര് ഹൃദയം നോക്കത്തില്ല, മുഖം മാത്രം നോക്കി പ്രശംസിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് എന്നെ പറ്റി പറയാം, എന്നെ പറ്റി പ്രശംസിക്കാം. അതിനുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ 13 ആ ഒരു ഇച്ചിരി നമ്മള് മനസ്സിലാക്കാൻ പ്രയാസമുള്ള, ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കുമാകുന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഇഫ് വി ആർ ബിസൈഡ് അവർ സെൽഫ് ഇറ്റ് ഈസ് ഫോർ ഗോഡ്, ഇഫ് വി ആർ സോബർ മൈൻഡഡ് ഇറ്റ് ഈസ് ഫോർ യു. അത് പൗലോസിന്റെ നേരെയുള്ള ഒരു ആരോപണം. ഈ വിവശന്മാർ എന്ന് പറയുന്നത് അവിടെ ഇംഗ്ലീഷില് അത് എന്ന് പറയുന്നത് നമ്മള് എക്സെൻട്രിക് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പൗലോസ്ലീഹായുടെ നേച്ചറിന് ഒരു എക്സെൻട്രിക് സ്വഭാവം ഉണ്ടെന്ന് കൊരിന്തിലെ പൗലോസിന്റെ എതിരാളികൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അന്നേരം അതിനെപ്പറ്റി പൗലോസ് പറയാ, ഞാൻ എക്സെൻട്രിക് ആണെങ്കിൽ അത് ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ അതിനെപ്പറ്റി കൺസേൺ ആകേണ്ട കാര്യമില്ല. ഒരു പക്ഷേ ഈ അല്പ ഈസോട്ടറിക് ആയിട്ടുള്ള ഒരു നേച്ചർ പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായിരിക്കാം എന്ന് അത് കമന്റ് ചെയ്യുന്നവര് സംശയിക്കുന്നുണ്ട്. ആ നേച്ചറിനെ ഈ എതിരാളികള് എടുത്ത് മുന്നോട്ട് കാണിച്ചിട്ട് പൗലോസ്ലീഹായ്ക്ക് ഒരു അല്പം എക്സെൻട്രിക് നേച്ചർ ഉണ്ടെന്ന് ഒരാരോപണം അവിടെ ഉണ്ടായിരുന്നു. അന്നേരം അത് പൗലോസ്ലീഹ അത് പറയാം, അത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. നിങ്ങളുമായിട്ട് ഞാന് സുബോധമുള്ളവനാണ്. വി ആർ സോബർ മൈൻഡഡ്, ഇറ്റ്സ് ഫോർ യു. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വളരെ സുബോധമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അത് അത്രയും ഭാഗം പൗലോസ്ലീഹ തന്റെ തന്നെ ഒരു ഓട്ടോബയോഗ്രഫിക്കലായിട്ട് തന്റെ അപ്പോസ്തോലികമായ അധികാരത്തെയും അതിന്റെ ഒതന്റിസിറ്റിയെ പറ്റിയും പറഞ്ഞതിന് ശേഷം അടുത്ത വാക്യത്തിലാണ് ഈ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് വരുന്നത്. അത് പറയുമ്പോൾ അതിനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അത് അവിടെ ആ വാക്ക് ഇംഗ്ലീഷില്, ഫോർ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഡയറക്റ്റ് us സിൻസ് വി ഹാവ് കം ടു ദിസ് കൺക്ലൂഷൻ, വൺ ഡൈഡ് ഫോർ ഓൾ, therefore all died. അന്നേരം ഒരു
അത് ഈ 14ന്റെ ആദ്യത്തെ വാക്യം ഒഴിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിച്ചിരിക്കുന്നവരെ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആ ആ ആ വാ അത്രയും ഭാഗം നമ്മളൊന്ന് ഒന്ന് ഒന്ന് ആവർത്തിച്ച് വായിച്ചു നോക്കിയാൽ അതിനൊരു പൊയറ്റിക് നേച്ചർ ഉണ്ട്. എന്ന് പറഞ്ഞാല് പൗലോസ്ലീഹ ഇങ്ങനെ തന്റെ ലേഖനങ്ങളിൽ പ്രയോഗിക്കുന്ന ചില ഈ സൂക്തവാക്യങ്ങൾ പോലുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അതിന്റെ വേറൊരു ഉദാഹരണമാണ് ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ അവൻ തന്നെ താഴ്ത്തി എന്ന് പറഞ്ഞുകൊണ്ട് ദാസവേഷം എടുത്തു എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ട്. ഇത് ഈ പൗലോസ്ലീഹ പലപ്പോഴും തന്റെ ലേഖനങ്ങളില് ഓൾറെഡി ആ ക്രിസ്തീയ സഭയിൽ നിലനിന്നിരുന്ന ചില സൂക്തവാക്യങ്ങൾ, ചില 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 ഫോർമുലകൾ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് ആ ഫോർമുലകളെ വ്യാഖ്യാനിക്കാറുണ്ട്. നമുക്കറിയാം, നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലൊരു ഒരു വിശ്വാസ പ്രമാണമുണ്ട്, അല്ലെ? ആ വിശ്വാസ പ്രമാണത്തിനകത്തുണ്ട് ദൈവത്തെ പറ്റിയുള്ള പൂർണ്ണമായ അണ്ടർസ്റ്റാൻഡിങ്, പിതാവിനെ പറ്റി, പുത്രനെ പറ്റി, പരിശുദ്ധാത്മാവിനെ പറ്റി, സഭയെ പറ്റി. ആ വിശ്വാസ പ്രമാണം അങ്ങനെ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഇക്വേഷൻസ്, അങ്ങനെ ഇക്വേഷൻ രൂപത്തിലുള്ള ചെറിയ സൂക്തവാക്യങ്ങൾ പോലെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ ആദിമസഭയിൽ ഗാനരൂപത്തിൽ മനുഷ്യര് പഠിക്കുകയും അത് പരസ്പരം പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഗാനരൂപത്തിലുള്ള ഒരു ചെറിയ വിശ്വാസ പ്രമാണമാണ് പൗലോസ്ലീഹ ഇവിടെ എടുത്ത് ഉപയോഗിക്കുന്നത്. അത് എന്താ ആ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്? One died for all, therefore all died. He died for all in order that the living might live no longer for themselves, but for the one who died and rose for them. അതിന്റെ ആ റെപ്പറ്റീഷൻ വാക്കുകൾ നോക്കിയാൽ തന്നെ അറിയാം, ഒരു പാട്ടിന്റെ, ഒരു കവിതയുടെ ഒരു സ്വഭാവമുണ്ട്. വൺ ഡൈഡ് ഫോർ ഓൾ, therefore all died. He died for all in order that the living might live no longer for themselves, but for the one who died and rose for them. അത് അതിനൊരു റെപ്പറ്റീഷൻ സ്വഭാവവും ഉണ്ട്. ആദ്യം പറയുന്ന കാര്യം തന്നെയാണ്, 14ന്റെ പകുതിയിൽ പറയുന്ന കാര്യം തന്നെയാണ് 15-ൽ ആവർത്തിച്ച് പറയുന്നത്. അത് ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഓർത്തഡോക്സുകാരുടെ ആരാധനയെ പറ്റി പൊതുവെ പറയുന്ന ഒരു കംപ്ലീറ്റ് നിങ്ങൾ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ. ഈ റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ ഹീബ്രു പോയട്രിയുടെ ഒരു ബേസിക് നേച്ചറാണ്. നമ്മൾ സങ്കീർത്തനം വായിച്ചാൽ അറിയാം, സങ്കീർത്തനത്തിൽ മിക്കവാറും ഒക്കെ എവിടെങ്കിലും ഒക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഒരു വാക്യത്തിൽ പറയുന്ന അതേ കാര്യം അടുത്ത വാക്യത്തിൽ അതേപോലെ ആവർത്തിക്കും. പക്ഷെ അതിനകത്ത് ഒരു വാക്കിന് മാത്രം ചിലപ്പോൾ ഒരു ചെറിയ മാറ്റം കാണും. എന്ന് പറഞ്ഞാൽ ആ മേളിൽ പറഞ്ഞ സംഗതി ആവർത്തിച്ചിട്ട് ആവർത്തിക്കുമ്പം അതിന് എംഫസിസ് കൊടുക്കേണ്ട ഒരു വാക്യം അതിനകത്ത് ചേർത്ത് വെക്കും, ഒരു വാക്കൂടെ ചേർത്ത് വെക്കും. ഇത് ഹീബ്രു പോയട്രിയുടെ ഒരു അടിസ്ഥാന സ്വഭാവം. അത് തന്നെയാണ് പൗലോസ്ലീഹ ഒരുപാട് എടുത്ത് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഈ സെമിറ്റിക് പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മുടെ ആരാധന ഉണ്ടായിരിക്കുന്നത്, സിറിയക് പാരമ്പര്യത്തിലേക്ക്. അങ്ങനെ അവിടെ നമ്മുടെ ആരാധനയിലും ആ റെപ്പറ്റീഷൻ, ആ പോയറ്റിക് റെപ്പറ്റീഷൻ അതേപോലെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ആ പോയറ്റിക് റെപ്പറ്റീഷൻ ഇവിടെ നമുക്ക് കാണാം. വൺ ഡൈഡ് ഫോർ ഓൾ, therefore all died. ക്രിസ്തുവിന്റെ മരണത്തെ പറ്റിയുള്ള അടിസ്ഥാനപരമായ ഒരു വിശ്വാസ പ്രമാണം അതാണ്. അവൻ മരിച്ചത് എല്ലാവർക്കും വേണ്ടി കൂടെയാണ് മരിച്ചത് എന്നുള്ളത്. എന്നിട്ട് അത് വീണ്ടും പൗലോസ്ലീഹ അടുത്ത വാചകത്തിൽ ഒന്നുകൂടെ പറയാണ്, ഹി ഡൈഡ് ഫോർ ഓൾ. അന്നേരം ആദ്യം പറയുന്നത് അതൊരു വിശ്വാസ പ്രമാണമാണ്, ഹി ഡൈഡ് ഫോർ ഓൾ. അന്നേരം ഹി ഡൈഡ് ഫോർ, അത് പൗലോസ്ലീഹ ആവർത്തിച്ച് മറ്റു ലേഖനങ്ങളിലും പറയുന്നത് ഒരു രീതിയാണ് ഈ ഡൈഡ് ഫോർ എന്ന് പറയുന്നത്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നു. ഗലാത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിലും റോമ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിലും ഒക്കെ അത് വരുന്നുണ്ട്. അതായത് ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി ആയിട്ടുള്ള ഡെത്ത്,
നമ്മുടെ മരണത്തിന് പകരം ക്രിസ്തു തന്നെ മരിക്കുന്നു. അത് അല്ലെങ്കിൽ അത് ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതേപോലെ തന്നെ അതൊരു റെപ്രസെന്റേറ്റീവ് ഡെത്ത് കൂടെയായിരുന്നു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത്. മനുഷ്യവർഗം മുഴുവനും മരിക്കുന്നതിന് പകരം അതിനെ മനുഷ്യവർഗത്തിന്റെ പാപത്തെ മുഴുവനും അബ്സോർബ് ചെയ്തിട്ട് ക്രിസ്തു മരിച്ചു. അന്നേരം അങ്ങനെ ക്രിസ്തു മരിക്കുന്നത് വഴി മനുഷ്യവർഗത്തിന്റെ നമ്മുടെ ഫിസിക്കൽ ഡെത്ത് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു സ്പിരിച്വൽ ഡെത്തിനെ പറ്റിയാ പറയുന്നത്. മനുഷ്യന്റെ മുഴുവനും മരണമില്ലാതെയായി. അങ്ങനെ മനുഷ്യവർഗത്തിന് മുഴുവനും ഒരു പുതിയ ജന്മം കൊടുക്കാനായിട്ട് ക്രിസ്തുവിന്റെ മരണം കൊണ്ട് സാധ്യമായി എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അതാണ് ആദ്യം 14-ാമത്തെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു. അതിന് അതിന്റെ 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 ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു ഫലം, അതിന്റെ ഒരു ആ മരണത്തിന്റെ ഫ്രൂട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മനുഷ്യരെല്ലാവരും ക്രിസ്തുവിന്റെ മരണത്തില് പങ്കാളികളായി എല്ലാവരും മരിച്ചു. പിന്നീട് അവരെല്ലാവരും ഒരു പുതിയ ജീവനിലാണ് ജീവിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചെങ്കിൽ അതിന് റെസ്പോൺസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി മരിച്ചവന് വേണ്ടിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അതാണ് അവിടെ പൗലോസ്ലീഹ പറയുന്ന, അത് ക്രിസ്തുവിന്റെ മരണത്തെ മനുഷ്യന്റെ ജീവിതവുമായിട്ട്, അല്ലെങ്കിൽ വിശ്വാസിയുടെ ജീവിതവുമായിട്ട്, അല്ലെങ്കിൽ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഒരു ധാർമ്മിക തലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണത്, അല്ലെ? അതാണ് 14-ലും 15-ലും പറയുന്നത്. അന്നേരം 14-ൽ പറയുന്ന ഏകദേശ കാര്യം അതേപോലെ ആവർത്തിക്കുന്നിടത്ത് 15-നകത്ത് ഒരു കാര്യം ഈ മരണത്തിന്റെ കൂടെ ഒരു ചെറിയ വാക്കുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവന് വേണ്ടി ജീവിക്കണം. മരിക്കുക മാത്രമല്ല ചെയ്തത്, മരിച്ചിട്ട് ഉയർത്തവന് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഡെത്ത് ആൻഡ് റിസറക്ഷൻ തമ്മിൽ അതിനെ വേർതിരിച്ച് കാണാനായിട്ട് പറ്റത്തില്ല. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, ആ മരണത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അന്നേരം അങ്ങനെ മനുഷ്യവർഗത്തിന് വേണ്ടി റെപ്രസെന്റേറ്റീവ് ഡെത്ത് അങ്ങനെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ആ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ജീവിക്കുന്നത്. അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു പർപ്പസ് ഓഫ് ലൈഫാണ്, അല്ലെ? അന്നേരം ക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. അതാണ് 14-ലും 15-ലും പറയുന്നത്. ഇനി അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു, അവന് വേണ്ടി നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ അവന് വേണ്ടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്താണ്? വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്താണ്? അതാണ് 16-ലും 17-ലും പറയുന്നത്. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിൽ ഇനിമേൽ അങ്ങനെ അറിയുന്നുമില്ല. അന്നേരം ഈ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നാം ജീവിക്കുന്നത് ഇനി ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉള്ള ജീവിതത്തിന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്നവർ ഇനി പരസ്പരം അറിയുന്നത് ജഡപ്രകാരമല്ല ആരെയും അറിയുന്നത്. പൗലോസ്ലീഹായുടെ ഒരു പ്രധാനപ്പെട്ട തോട്ടാണ് ജഡപ്രകാരം എന്നുള്ളത്, കറ്റാസാർക്ക എന്നുള്ള ഒരു പ്രയോഗം. അതായത് മാംസത്തിന്റെ അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് എന്ന് പറയുന്നത്. അത് പൗലോസ്ലീഹ അത് പറയുന്നിടത്തെല്ലാം അക്കോർഡിംഗ് ടു ഫ്ലഷ് എന്ന് പറയുന്നതെല്ലാം ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലാണ് പറയുന്നത്. അതായത് മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ അക്കോർഡിംഗ് ടു ഫ്ലഷ് നേച്ചറും ഉണ്ട്, അക്കോർഡിംഗ് ടു സ്പിരിറ്റ് നേച്ചറും ഉണ്ട്.
അത് പൗലോസ്ലീഹ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു തോട്ടാണ്. അന്നേരം അക്കോർഡിംഗ് ടു ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോർട്ടൽ ആയിട്ടുള്ള സ്വഭാവത്തെ പറ്റി, മോർട്ടൽ ആയിട്ടുള്ള ബീയിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അന്നേരം ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർ ഇനി പരസ്പരം അറിയുന്നത് നോട്ട് അക്കോർഡിംഗ് ടു ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ്, പരസ്പരം മനുഷ്യബന്ധത്തിന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അങ്ങ് മാറുകയാണ്. ഈ എന്താ മോർട്ടൽ ഈസ് എന്താ പറയുന്നത്, മോർട്ടാലിറ്റി ഉള്ളതിനെയാണല്ലോ നമ്മള് ഈ ഫ്ലഷ് എന്ന് പറയുന്നത് മോർട്ടാലിറ്റി ഉള്ളതാണ്. ദാറ്റ്സ് ടെമ്പററി. അന്നേരം ഇനി നമ്മൾ ആ ടെമ്പററി ബീയിങ് ആയിട്ടല്ല നമ്മൾ പരസ്പരം അറിയുന്നത്. ഇത് ക്രിസ്ത്യാനികളുടെ മുമ്പിലുള്ള ഒരു ചലഞ്ചാണ്, അല്ലെ? ക്രിസ്തുവിൽ ജീവിക്കുന്നവർ പരസ്പരം അറിയേണ്ടതും പരസ്പരം മനസ്സിലാക്കേണ്ടതും നോട്ട് അക്കോർഡിംഗ് ടു ഫ്ലഷ് ബട്ട് അക്കോർഡിംഗ് ടു ഹോളി സ്പിരിറ്റ് എന്നുള്ള ഒരു പുതിയ മാറ്റം മനുഷ്യവർഗത്തിന് വേണം. ക്രിസ്തുവിൽ ജനിച്ചുയർക്കുന്നവർ അങ്ങനെ പരസ്പരം ഈ മോർട്ടൽ ഐസ് കൊണ്ടോ അല്ലെങ്കിൽ മോർട്ടൽ ആയിട്ടുള്ള ഒരു നോളജ് അല്ല, മോർട്ടൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല നമ്മൾ തമ്മിൽ ഇനി വേണ്ടത് എന്ന് പറഞ്ഞു വെക്കുക. ഇനി എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവിനെ ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിരുന്നു. പൗലോസ്ലീഹ ഇവിടെ ഒരു പ്ലൂറൽ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറല്ല പറയുന്നത്, പക്ഷെ പൗലോസ്ലീഹ സ്വന്തം കാര്യത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. അന്നേരം ക്രിസ്തുവിനെ ഒരിക്കൽ ഞങ്ങൾ ജഡപ്രകാരം അറിഞ്ഞിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ്ലീഹയുടെ തന്നെ പേഴ്സണൽ ലൈഫ് എടുക്കുമ്പോൾ പൗലോസ്ലീഹയ്ക്ക് ക്രൈസ്റ്റിന്റെ റെവലേഷൻ കിട്ടുന്ന പോയിന്റിൽ നിന്ന് അതിന് മുമ്പും അതിന്റെ പിൻപുമുള്ള ജീവിതമുണ്ട്. അന്നേരം തീർച്ചയായിട്ടും ക്രിസ്തു ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു യഹൂദ ഒരു ന്യായപ്രമാണ പണ്ഡിതനായിട്ടും ഒരു ഗുരുവായിട്ടും ക്രിസ്തുവിന്റെ കാലത്ത് തന്നെ പൗലോസ്ലീഹ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമ്മൾ സ്തെഫാനോസിന്റെ മരണത്തിന്റെ സമയത്ത് പൗലോസ്ലീഹയെ അവിടെ കാണുന്നുണ്ട്. അന്നേരം പൗലോസ്ലീഹ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര കാലത്ത് അല്ലെങ്കിൽ പരശുശ്രൂഷ കാലത്ത് പൗലോസ്ലീഹ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നു. പക്ഷെ അത് ദാറ്റ് വാസ് എ മോർട്ടൽ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് പൗലോസിന്റെ ജീവിതത്തിൽ. എന്നാൽ ഒരു റെവലേഷൻ ഉണ്ടായി, റെവലേഷനോട് പൗലോസിനൊരു ചേഞ്ച് സംഭവിക്കുന്ന സമയത്താണ് ആ മോർട്ടൽ നോളജിൽ നിന്ന് സ്പിരിറ്റ് നൽകുന്ന ഒരു നോളജിലേക്ക് ക്രിസ്തുവിനെ അറിയാനായിട്ട് തുടങ്ങി. അത് അന്നേരം പൗലോസ് പേഴ്സണൽ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിയുന്നത് പോലെ തന്നെ നമ്മളും പരസ്പരം ജഡപ്രകാരം അറിയാത്തതുപോലെ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ ഞങ്ങൾ അങ്ങനെ അറിയുന്നില്ല. അതേപോലെ ആകയാൽ നമ്മളും ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. അന്നേരം അത് നമ്മുടെ ഈ പേഴ്സ്പെക്റ്റീവിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. ക്രിസ്തുവിൽ ജനിക്കുന്നവർക്ക്, ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിൽ ജനിക്കുന്നവർക്ക്, ഈ ക്രിസ്തുവിനോടുകൂടെ മരിക്കുക, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്ന റോമാലേഖനത്തിന്റെ 6-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അവിടെ പൗലോസ്ലീഹ പറയുന്നത്, റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, മാമോദീസായിലൂടെ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നു. ഇൻ ഫ്യൂച്ചർ, അങ്ങനെ എന്തിനാ മരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻ ഫ്യൂച്ചർ വി വിൽ റിസറക്ട് വിത്ത് ഹിം എന്നവിടെ പറയുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അത് നമ്മള് ഒരു പ്രധാനപ്പെട്ട വേദഭാഗമാണ് ക്രിസ്തുവിനോട് കൂടെ മരിക്കുക എന്നുള്ളതിനെ പറ്റി. അത് കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തില് 2-ാം അധ്യായത്തിന്റെ അവസാനത്തിലും അത് വീണ്ടും ഒന്നുകൂടെ പൗലോസ്ലീഹ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാമോദീസ എന്നുള്ളതിന്റെ ഒരു വ്യാഖ്യാനമാണ്. മാമോദീസ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാവുകയാണ്, ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയാണെന്നുള്ളത്. അന്നേരം അങ്ങനെ ക്രിസ്തുവിനോടൊപ്പം പുതിയ ജീവനിലേക്ക് കടക്കുന്നവർ, അവര് പുതിയ ഒരു മോർട്ടൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല അവര് തമ്മിൽ അവരുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്ന് പറഞ്ഞൊക്കെയാണ്. എന്നിട്ട് അതിന്റെ ഒരു അതാണ് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിസൾട്ട് ആണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നുള്ളത്. അന്നേരം there is no mortal understanding for those who are living in Christ. Then രണ്ടാമത്തെ ഒരു സംഗതി പറയുന്നത്, പഴയത് ഇല്ല, പുതിയ, they are becoming a new man. അന്നേരം ഒരു പുതിയ മനുഷ്യനായി തീർന്നു എന്നുള്ളത്. ഇത് പൗലോസ്ലീഹ എടുക്കുന്നത് യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള ഒരു യെശയ്യാ പ്രവചനത്തിന്റെ
യെശയ്യാപ്രവചനത്തിൽ നിന്ന് കടമെടുക്കുന്ന ഒരു ചിന്തയാണ്. അതായത് അന്ത്യകാലം വരുമ്പോ എല്ലാം പുതുതായി തീരും എന്നുള്ള ഒരു പ്രവചനം യെശയ്യാപ്രവാചകൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. 65-ാം അധ്യായം 17-ാം വാക്യം, 42-ാം അധ്യായം 9-ാം വാക്യം, 43-ന്റെ 18, 19, 48-ന്റെ 6, ഇവിടെ എല്ലാം പൗലോസ്ലീഹ പറയുന്ന ഒരു സംഗതിയാണ്. 65-ന്റെ 17 വായിക്കാം. ഇതാ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പലത്തവ ഞാൻ ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ അത് വരികയുമില്ല. 48:6, ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. 43-ന്റെ 18, മുമ്പെയുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ, ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു, അതാ അപ്പോൾ അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? ഇതാ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളെയും ഉണ്ടാക്കും. ഇത് യെശയ്യാപ്രവചനത്തിന്റെ അവസാന അധ്യായങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു പ്രവചനം. അതായത് പറഞ്ഞാൽ എസ്കറ്റോളജിക്കൽ റിന്യൂവൽ എന്നുള്ളത് യെശയ്യാപ്രവാചകൻ അവതരിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ്. അതായത് ലോകാന്ത്യത്തിൽ ദൈവം ഈ നിലവിലിരിക്കുന്നതിനെ എല്ലാം പുതിയതാക്കും എന്നുള്ള ഒരു പ്രവചനം യെശയ്യാപ്രവചനം നടത്തുന്നുണ്ട്. അന്നേരം യെശയ്യാപ്രവചനത്തിന്റെ ആ പ്രവചനത്തെ പൗലോസ്ലീഹ കടമെടുത്തിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ദാറ്റ് എസ്കറ്റോളജിക്കൽ റിന്യൂവൽ ഈസ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പോടും കൂടി ആ പുതുതാക്കൽ, ആ എല്ലാം പുതിയതായി സൃഷ്ടിക്കൽ സാധ്യമായിരിക്കുന്നു. ആ പുതുതാക്കലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ സുവിശേഷം ഉൾക്കൊള്ളുന്നവർ നിലനിൽക്കുന്നത് എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. ഇത് റോമാലേഖനം 8-ാം അധ്യായത്തിലും എഫേസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ പ്രത്യേകത അതായത് ഈ സൃഷ്ടി മുഴുവനും, സർവ്വ സൃഷ്ടിയും ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന വരുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിലാണ്. അന്നേരം ഈ സൃഷ്ടി മുഴുവനും ഒരു പുതുക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. അതായത് പക്ഷെ എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഒക്കെ ഈ പുതുതാക്കൽ എന്നതിനെ പറ്റി ഒരു കോസ്മിക് റിന്യൂവൽ, അത് ക്രിസ്തുവിലൂടെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ അവിടെയും പൗലോസ്ലീഹ അത് അവതരിപ്പിക്കുന്നുണ്ട്. അന്നേരം ഈ കോസ്മിക് റിന്യൂവലിൽ പ്രവാചകൻ പ്രവചിച്ചതാണ് അത് അന്ത്യകാലത്ത് സംഭവിക്കാനുള്ളത്. അന്നേരം ആ അന്ത്യകാലത്തെ പറ്റി യെശയ്യാപ്രവാചകൻ പ്രവചിച്ചത് ക്രിസ്തുവിലൂടെ സാധ്യമായിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ അതിനെ വ്യാഖ്യാനിച്ച് നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരികയാണ്. അത് അങ്ങനെ അന്ത്യകാലത്തിലുള്ള ആ പുതുതാക്കലിന്റെ ഒരു ഫസ്റ്റ് ഫ്രൂട്ടാണ് വി ആർ ആസ് ക്രിസ്ത്യൻസ് വി ആർ എന്ന് പറഞ്ഞാൽ ഈ കോസ്മിക് ഈ ലോകം മുഴുവനും പുതുതാക്കപ്പെടണം. പക്ഷെ ആ ലോകം മുഴുവൻ യെശയ്യാപ്രവചകൻ പറയുന്നത് അതാണ്, ഈ ലോകം മുഴുവൻ പുതുതാക്കപ്പെടും അവസാന കാലത്ത്. പക്ഷെ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഫിഗേഴ്സ് ആണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. നമ്മളാണ് ആ പുതുക്കം ലോകത്തിന്റെ മുമ്പിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അന്നേരം ആ പുതുക്കത്തിലേക്ക് ലോകം മുഴുവനും വരണം എന്നുള്ളതാണ് പൗലോസ്ലീഹ അവിടെ പറയുന്നത്. അന്നേരം അത് ഈ പൗലോസ്ലീഹയുടെ തന്നെ മറ്റൊരു തോട്ടാണ് ഫസ്റ്റ് ആഡം ആൻഡ് ന്യൂ ആഡം എന്നുള്ളത്. ആദ്യത്തെ ആഡം മരണത്തിന് വിധേയപ്പെട്ടു, അനുസരണക്കേട് മുതൽ കാരണം മരണം കൊണ്ടുവന്നുവെങ്കിൽ പുതിയ ആദം പുതിയ സൃഷ്ടിയായി തീർന്നു. ആ പുതിയ സൃഷ്ടി അത് ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവാണ് ആ പുതിയ ആദം എന്ന് പറയുന്നത്. അന്നേരം അങ്ങനെ ക്രിസ്തുവിന്റെ മരണം മനുഷ്യന്, അല്ലെങ്കിൽ ബിലീവറിന്, നമ്മൾ ഒരു ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുന്നവർക്ക് വരുത്തുന്ന മാറ്റത്തെ പറ്റിയാണ് 16-ലും 17-ലും പറയുന്നത്. അവരുടെ പരസ്പരമുള്ള ബന്ധത്തിൽ ബിയോണ്ട് ദ മോർട്ടൽ ബീയിങ്,
ഈ അക്കോർഡിംഗ് ടു ഫ്ലഷ് എന്നതിന് ഉപരിയായിട്ടൊരു ഒരു ഒരു മനസ്സിലാക്കൽ വരും. നമ്മൾ ആരെയും പിന്നെ അക്കോർഡിംഗ് ടു ഫ്ലഷ് അല്ല നമ്മൾ അറിയുന്നത്. അതുപോലെ നമ്മൾ പുതിയ സൃഷ്ടിയായിട്ട് മാറും, പഴയത് കഴിഞ്ഞു പോകും. ഇനി അത് പറഞ്ഞിട്ട് 18ഉം 19ലേക്ക് വരുമ്പോൾ അങ്ങനെ ഈ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു. He underwent a representative death and we are become new creation എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു അതിന്റെ മറ്റൊരു കോൺസിക്വൻസ് പറയുകയാണ് 18, 19, 20, 21 അത് അന്നേരം അതാണ് അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിനോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ആ 2 വാക്യത്തിനകത്ത് നിരപ്പ് നിരപ്പ് എന്ന് എത്ര പ്രാവശ്യം? 4-5 പ്രാവശ്യം പറയുന്നുണ്ട്. അതായത് നാമരൂപത്തില് 2 പ്രാവശ്യവും വെർബായിട്ട് ക്രിയാരൂപത്തില് 3 പ്രാവശ്യം പറയുന്നുണ്ട്. അന്നേരം അവിടെ നിരപ്പ് എന്നുള്ളതാണ് ആ 4 ഇനിയുള്ള 18, 19, 20, 21 വാക്യങ്ങളുടെ അടിസ്ഥാനപരമായ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അന്നേരം ക്രിസ്തുവിന്റെ മരണത്തിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് റിക്കൺസിലിയേഷൻ. അന്നേരം ആ റിക്കൺസിലിയേഷൻ ആ വാചകം തുടങ്ങുന്നത് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ എന്ന് പറഞ്ഞിട്ട്, കാരണഭൂതൻ എന്നുള്ള വാക്ക് നമുക്ക് ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്കാണ്. കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിനകത്ത് എവരിത്തിങ് കംസ് ഫ്രം ഗോഡ്, എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഇനി പറയാൻ പറ്റുന്ന കാര്യത്തെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് അതിന്റെ സ്ട്രക്ചർ നോക്കി ആ 14ന്റെ തുടക്കത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്, അതേ സ്ട്രക്ചറിന്റെ ഒരു റെപ്പറ്റേഷൻ പോലെയാണ് ഈ 18നകത്ത് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ എന്ന് പറയുന്നത്. അന്നേരം എവരിത്തിങ് കംസ് ഫ്രം ഗോഡ്, ആ എവരിത്തിങ് എന്താണെന്നാണ് പുറകെ പറയുന്നത്. എവരിത്തിങ് കംസ് ഫ്രം ഗോഡ് who reconciled us to himself through Christ and gave us the ministry of reconciliation. That is, in Christ, God was reconciling the world to himself, not counting their trespasses against them, and entrusting to us the message of reconciliation. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആ റെപ്പറ്റീഷൻ, ഒരു കൺസെപ്റ്റിന്റെ റെപ്പറ്റീഷൻ തന്നെയാണ് 18ലും 19ലും കിടക്കുന്നത്. 14ലും 15ലും ആ ഡെത്തിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ഈ റെക്കൺസിലിയേഷന്റെ കാര്യം പറയുമ്പോഴും അവിടെ ഒരു റെപ്പറ്റീഷൻ കിടപ്പുണ്ട്. അന്നേരം എല്ലാം ദൈവമാണ് നടത്തിയത്. എന്താണ് ദൈവം നടത്തിയത്? അവൻ ക്രിസ്തുവിൽ ദൈവവും നമ്മളും തമ്മിൽ ഒരു റെക്കൺസിലിയേഷൻ നടത്തി. അതൊരു ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ആണ്. അത് പൗലോസ്ലീഹ അവതരിപ്പിക്കുന്ന ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അന്നേരം ക്രിസ്തു കുരിശിൽ മരിക്കുന്നത് വഴി ദൈവം സൃഷ്ടിയോട് റിക്കൺസിൽ ചെയ്തു എന്നുള്ളത്. റിക്കൺസിലിയേഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കറ്റലാസോ എന്നൊക്കെയുള്ള വാക്കുകളാണ്. അതിന്റെ ഗ്രീക്ക് ഭാഷയിൽ അങ്ങനെ റിക്കൺസിലിയേഷൻ എന്ന് പറയുന്ന കറ്റലാഗോ എന്നുള്ള വാക്ക് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു സോഷ്യൽ ചേഞ്ച് ആണ്. രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, ഒരു കൾച്ചറൽ ചേഞ്ച്, അതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതുവരെയും പരസ്പരം ശത്രുതയിലിരുന്ന രണ്ട് കൂട്ടം ആൾക്കാർ, ആ ശത്രുത മാറി അവരുടെ ആ റിലേഷൻഷിപ്പിന് ശത്രുതയുടെ സ്വഭാവം മാറിയിട്ട് സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും സ്വഭാവം വരുന്നതിനെയാണ് കറ്റലാഗോ എന്ന് പറയുന്ന വാക്കുകൊണ്ട്, റിക്കൺസിലിയേഷൻ എന്ന വാക്കുകൊണ്ട് ഈ ബിബ്ലിക്കൽ ഗ്രീക്കിൽ നമ്മൾ അർത്ഥമാക്കുന്നത്. അന്നേരം അതുവരെയും ക്രിസ്തുവിന്റെ കുരിശാരോഹണം, മനുഷ്യാവതാരവും കുരിശാരോഹണവും ഉയർത്തെഴുന്നേൽപ്പും വരെ ഉണ്ടായിരുന്ന ദൈവവും മനുഷ്യവർഗവും തമ്മിലുണ്ടായിരുന്ന ബന്ധം നോക്കിയാൽ ദാറ്റ് വാസ് എ റിലേഷൻഷിപ്പ് ഓഫ് എനിമിറ്റി.
അതായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ആ എനിമിറ്റിയെ അല്ലെങ്കിൽ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, അതിനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഒരു സൗഹാർദ്ദപരമായ റിലേഷൻഷിപ്പും ആക്കി മാറ്റിയത് ക്രിസ്തുവിലെ കുരിശിലെ യാഗമാണ് എന്ന് അതാണ് അവിടെ പൗലോസ്ലീഹ പറയുന്നത്. അന്നേരം അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ. എന്നിട്ട് ക്രിസ്തുവിൽ ഈ ഒരു പരസ്പരമുള്ള റെക്കൺസിലിയേഷൻ നടന്നു എന്ന് മാത്രമല്ല, ആ റിക്കൺസിലിയേഷൻ ഒരു മിനിസ്ട്രി ആയിട്ട് നമുക്ക് തന്നേക്കുവാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ സാധ്യമായ ആ റിക്കൺസിലിയേഷൻ ദാറ്റ് ഷുഡ് ബി കണ്ടിന്യൂഡ് ത്രൂ അസ് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. കാരണം അത് അതിന്റെ റെപ്പറ്റേഷൻ നോക്കിയാൽ മനസ്സിലാകും. നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുന്നു എന്ന് 18 പറഞ്ഞിട്ട് 19 അവസാനം നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആദ്യം മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ എന്നാണ് പറയുന്നത്, രണ്ടാമത് പറയുന്നത് ദ ഗോസ്പൽ ഓഫ് റിക്കൺസിലിയേഷൻ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിരപ്പിന്റെ ദ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ ഈസ് ദ പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ ഓഫ് റിക്കൺസിലിയേഷൻ. അവര് അങ്ങനെ ആ എംഫസിസ് കൊടുക്കുന്നത്, റിപ്പറ്റേഷൻ വഴി ആ എംഫസിസ് കൊടുക്കുന്നതിന്റെ എംഫസിസ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അന്നേരം എങ്ങനെയാണ് ആ റിക്കൺസിലിയേഷന് റിക്കൺസിലിയേഷൻ സാധ്യമായത്? ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അന്നേരം ഇത് അതും പൗലോസ്ലീഹായുടെ ഒരു പ്രത്യേക ഒരു പ്രയോഗമാണ്. ഹി ഡിഡിന്റ് റെക്കൺ ചെയ്യുക എന്ന് പറയുന്നത് അത് റോമാലേഖനത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണ്. കണക്കിടാതെ എന്ന് മലയാളത്തില് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. കൗണ്ടിങ്, നോട്ട് കൗണ്ടിങ് their trespasses against them and entrusting to us the message of reconciliation എന്നുള്ളത്. അതായത് ലോകത്തിന്റെ പാപത്തെ കണക്കിടാതെ ക്രിസ്തുവിൽ ലോകവും ദൈവവും ലോകവുമായിട്ട് നിരപ്പായി എന്നുള്ളത്. അവിടെ ലോകം എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തെ പറ്റിയ, കാരണം മനുഷ്യവർഗത്തിന്റെ പാപത്തെ പറ്റിയാണല്ലോ പറയുന്നത്. നോട്ട് കൗണ്ടിങ് ദെയർ ട്രസ്പാസസ് അഗെയിൻസ്റ്റ് ദം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സാധാരണ കോസ്മോസ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ മുഴുവനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ പർട്ടിക്കുലർ കേസിൽ ലോകം എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. അന്നേരം ആ റെപ്പറ്റീഷനകത്ത് വന്നേക്കുന്ന ആ സ്ട്രെസ് മാറി വന്നേക്കുന്നുണ്ട്. ഹു റെക്കൺസിൽഡ് അസ്, രണ്ടാമത് പറയുമ്പോൾ റെക്കൺസിൽ ദ വേൾഡ്, എന്നിട്ട് ആദ്യം പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത് മെസ്സേജ് ഓഫ് റിക്കൺസിലിയേഷൻ. അത് ഒരേ ചിന്ത തന്നെയാണ് പറയുന്നത്. അന്നേരം ഇത് അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം ആരാ നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ പ്രൈം ആക്ടർ ഈസ് ഗോഡ്. ദൈവമാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ റെക്കൺസിലിയേഷൻ നടപ്പിലാക്കിയത് ദൈവമാണ്. റെക്കൺസിലിയേഷൻ നടപ്പിലാക്കാൻ ദൈവത്തിന്റെ ഏജന്റ് ആയിരുന്നു ക്രിസ്തു. ക്രിസ്തുവിലൂടെയാണ് ഈ റെക്കൺസിലിയേഷൻ സാധ്യമാക്കി തീർത്തത്. റെക്കൺസിലിയേഷന്റെ ഫലം അനുഭവിക്കുന്നത് നമ്മൾ സാധാരണ മനുഷ്യരാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യരാണ് എന്നുള്ളതാണ് അവിടെ. അങ്ങനെ ക്രിസ്തുവിൽ ദൈവം മനുഷ്യരുമായിട്ട് നിരപ്പായി. എന്നിട്ട് അതിന്റെ ഒരു ആഫ്റ്റർ, അന്നേരം ഞാൻ പറഞ്ഞല്ലോ ക്രിസ്തുവിൽ നിരപ്പിന്റെ സുവിശേഷം നമുക്ക് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നിരപ്പിന്റെ സുവിശേഷമാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞിട്ട് പൗലോസ്ലീഹായെ ഹി ഈസ് പ്രസന്റിങ് ഹിംസെൽഫ് ആസ് ആൻ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നേരുന്നുകൊള്ളുവിരെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. കുറച്ചു നേരം കൊണ്ട് മെറ്റഫർ ഒന്നും ഇല്ലായിരുന്നു, വീണ്ടും ഒരു മെറ്റഫർ അവിടേക്ക് കൊണ്ടുവരികയാണ് പൗലോസ്ലീഹ. അംബാസഡർ എന്ന് പറയുന്ന ഒരു മെറ്റഫോർ പൗലോസിന്റെ അപ്പോസ്തോലിക ശുശ്രൂഷയെ പറ്റി പറയാൻ വേണ്ടി പൗലോസ്ലീഹ എടുത്തു വരിക. ഈ അംബാസഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അംബാസഡർ റെപ്രസെന്റ് ദ പേഴ്സൺ ഹു സെൻഡ് ഹിം.
അല്ലേ? നമ്മള് ഒരു രാജ്യം വേറൊരു രാജ്യത്തിലേക്ക് അംബാസഡറിനെ അയക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അംബാസഡർക്ക് തനിയെ നിലനിൽക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് സ്വന്തം അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹത്തെ വിടുന്ന രാജ്യത്തിന്റെ അഭിപ്രായമായിരിക്കണം അദ്ദേഹം പറയുന്നത്. എന്ന് പറയുന്നത് പോലെ ദാറ്റ്സ് ഒരു റെപ്രസെന്റേറ്റീവ് ഫിഗർ ആണ്, അല്ലെ? അത് തന്നെയാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി അംബാസഡറായിട്ട്, സ്ഥാനാപതിയായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവം എങ്ങനെ ക്രിസ്തുവിൽ ഈ ലോകവുമായിട്ട് നിരപ്പായോ അതേപോലെ നിങ്ങളും പരസ്പരം നിരപ്പാകണം. യു ഷുഡ് റിക്കൺസിൽ വിത്ത് അതേഴ്സ്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം. അംബാസഡർ എന്ന് പറയുമ്പോൾ ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. എങ്ങനെ ദൈവം എങ്ങനെ ക്രിസ്തു ദൈവത്തിന്റെ ഏജന്റായിട്ട് ദൈവത്തെയും സൃഷ്ടിയെയും തമ്മിൽ, ഇല്ലെങ്കിൽ മനുഷ്യരെയും തമ്മിൽ റെക്കൺസിൽ ചെയ്യിപ്പിച്ചോ, നിരപ്പിച്ചോ, അതേപോലെ പൗലോസാകുന്ന ഞാനും ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി പറയുകയാണ്, നിങ്ങളും പരസ്പരം റിക്കൺസിൽ ചെയ്യണം എന്നുള്ളത്. ഇത് നമ്മൾ നോമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയായിരുന്നു, അല്ലേ? ഇത് ഇത് കൊരിന്ത്യരോട് മാത്രമല്ല പറയുന്നത്, ഇത് ലോകത്തിലുള്ള ക്രിസ്ത്യാനികളോടെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലിവിങ്ങിന്റെ തന്നെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളെ ദൈവം എന്തിനു വേണ്ടിയാ വിളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ നിരപ്പിന്റെ ശുശ്രൂഷകരാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പൗലോസ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്. ഇതാണ് ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോളി വീക്ക് ആചരിക്കുന്നത്. ദൈവം ക്രിസ്തുവിൽ എങ്ങനെ ദൈവം ലോകവുമായിട്ട് നിരപ്പായോ അതേപോലെ നമ്മളും പരസ്പരം റിക്കൺസിൽ ചെയ്യാനായിട്ടുള്ളവരാണ്. ആ ഓർമ്മപ്പെടുത്തലിന്റെ ശുശ്രൂഷയാണ് സത്യത്തിൽ നമ്മള് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർഷാവർഷം അവന്റെ മരണത്തെയും അവന്റെ പുനരുദ്ധാനത്തെയും നമ്മൾ ഓർക്കുന്നത് എന്നുള്ളത്. വലിയ നോമ്പിൽ വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സോട്ടിയോറിയോളജിക്കലായിട്ട് ശാസ്ത്രത്തെ പറ്റി പറയുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറയുന്ന ഈ 14 മുതൽ 21 വരെയുള്ള ഈ ഒരു വാക്യങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെ നിരപ്പിന്റെ ശുശ്രൂഷകരായിട്ട് നമുക്ക് മാറാനായിട്ട് കഴിയും, എന്തുകൊണ്ട് നമ്മൾ നിരപ്പിന്റെ ശുശ്രൂഷകരായിരിക്കണം, എന്തുമാത്രം നമ്മൾ വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ടു റിക്കൺസിൽ ബിറ്റ്വീൻ അസ് ആൻഡ് ബിറ്റ്വീൻ ദ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു സംഗതി. ക്രിസ്തീയ സഭയുടെ ദൗത്യം തന്നെ ഈ റിക്കൺസിലിയേഷൻ സാധ്യമാക്കുക എന്നുള്ളത്. അന്നേരം എന്നിട്ട് 21ാമത്തെ വാക്യത്തിൽ ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള വേറെ ഒരു സംഗതിയും കൂടെ പറഞ്ഞിട്ടാണ് പൗലോസ്ലീഹ അത് അവതരിപ്പിക്കുന്നത്. ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ റിക്കൺസിലിയേഷൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് 21st വേഴ്സിൽ പറയുന്നത്, 21ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ റിക്കൺസിലിയേഷൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഹി മെയ്ഡ് ദ വൺ ഹു ഡിഡ് നോട്ട് നോ സിൻ ടു ബി സിൻ so that in him we might become the righteousness of God. നമ്മൾ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് വേണ്ടി പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി അവൻ പാപമാക്കി. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ പറ്റിയാ പറയുന്നത്. അതൊരു ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വാചകമാണ്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യാവതാരത്തിന് മുമ്പ് ക്രിസ്തു ദൈവമായിട്ടിരിക്കുന്ന, ദൈവരൂപത്തിൽ മാത്രം ഇരിക്കുന്ന പാപത്തെ പറ്റിയും സിൻഫുൾ വേൾഡിനെ പറ്റിയുള്ള സിൻഫുൾ വേൾഡുമായിട്ട് ക്രിസ്തുവിന് ബന്ധമൊന്നുമില്ല. പക്ഷെ മനുഷ്യാവതാരം ചെയ്യുമ്പോൾ മനുഷ്യന്റെ പാപപങ്കിലമായ ഈ ലോകവുമായിട്ട് ക്രിസ്തു ബന്ധപ്പെടുന്നു. അങ്ങനെ എന്നിട്ട് ആ പാപത്തിന് ഒരു പാപപരിഹാര യാഗമായിട്ടാണ് ക്രിസ്തുവിനെ കുരിശിൽ അർപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനുഷ്യൻ മുഴുവനും പാപത്തിൽ മരിക്കേണ്ടതിന് പകരം
ആ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ റെപ്രസെന്റേറ്റീവ് ഫിഗർ ആയിട്ട് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ആ ഡെത്തിനെ പറ്റി പറഞ്ഞതുപോലെ മനുഷ്യന്റെ മുഴുവനും പാപത്തെ ക്രിസ്തുവിൽ അബ്സോർവ് ചെയ്തിട്ട് മനുഷ്യന്റെ പാപത്തിന്റെ ഫലം മനുഷ്യൻ മരിക്കുന്നതിന് പകരം, എല്ലാ മനുഷ്യരും മരിക്കുന്നതിന് പകരം ക്രിസ്തു മരിക്കുന്നു. അപ്പൊ ഹി അബ്സോർവ് ദ സിൻ ഓഫ് ദ ഹോൾ ഹ്യൂമാനിറ്റി in his body, and he receives death in the cross. അങ്ങനെ എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ നീതി നമ്മളിലാകേണ്ടതിന്. we might become the righteousness of God. നമ്മൾ അന്നേരം we should be justified or righteousness in God. നമ്മൾ നീതിയുള്ളവരാക്കി മാറാനായിട്ട് ഇതൊരു ഇന്റർചേഞ്ച് അല്ലെ, ഒരു ഡിവൈൻ ഇന്റർചേഞ്ചാ. മനുഷ്യന്റെ പാപമുള്ള സ്വഭാവത്തെ മാറ്റി മനുഷ്യന് ദൈവത്തിന്റെ നീതിയുള്ള സ്വഭാവമാക്കാൻ വേണ്ടി ദൈവം എന്താ ചെയ്തേ? പാപം അറിയാത്ത ക്രിസ്തുവിനെ പാപപരിഹാര യാഗമായിട്ട് മാറ്റി. അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ മുഴുവനും പാപത്തെ ക്രിസ്തു അബ്സോർവ് ചെയ്തിട്ട് ആ പാപത്തിന്റെ പണിഷ്മെന്റിനെ മുഴുവനുമായിട്ട് ക്രിസ്തുവിന്റെ ഡെത്തിൽ ക്രിസ്തു അബ്സോർവ് ചെയ്തു. അതുകൊണ്ടാണ് ആ ഇന്റർചേഞ്ചിന്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരസ്പരം നിരപ്പാകേണ്ടത്, റിക്കൺസിൽ ചെയ്യേണ്ടത്. അതാണ് പൗലോസ്ലീഹ അവതരിപ്പിക്കുന്ന തേർഡ് തോട്ട് എന്ന് പറയുന്നത്. ഈ മൂന്ന് തോട്ടുകൾ പറയുന്നതിൽ ക്രിസ്റ്റോളജിക്കലിയും സോട്ടീരിയോളജിക്കലിയും രക്ഷാശാസ്ത്രപരമായിട്ട് ഏറ്റവും ഡെപ്ത് ആയിട്ടുള്ള ക്രിസ്തുവിന്റെ മരണത്തെയും മനുഷ്യന്റെ പുതിയ ജീവിതത്തെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ 5:14 മുതൽ 5:21 വരെയുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് 6 വരുമ്പോ പൗലോസ്ലീഹ വീണ്ടും പ്രാക്ടിക്കൽ ആവുക ചെയ്യുന്നത്. അത്രയും തിയോളജി, അത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മൾ ഒരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞതിന് ശേഷം ആ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരികയാണ്. അതെങ്ങനെയാണ് നിങ്ങൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് 6 പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി പോകരുത് എന്ന് ഞങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തിക്കാരായിട്ടുണ്ട്. ആസ് ദ co-workers of God, we remind you that you should not make this grace in vain. അതാണ് പൗലോസ്ലീഹ 6:1 പറയുന്നത്. ഞാന് ദൈവത്തിന്റെ അതൊരു അപ്പോസ്റ്റോൾഷിപ്പ് എന്നുള്ളതിന് പുതിയൊരു ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണ് പൗലോസ്ലീഹ. വി ആർ co-workers of God. ആ റെക്കൺസിലിയേഷൻ ആസ് ദ അംബാസഡർ എന്നുള്ള അതുമായിട്ട് ചേർത്ത് അതുമായിട്ട് കണക്ട് ചെയ്ത് അത് പറയുന്നത്. ആസ് ദ അംബാസഡേഴ്സ് of Christ, we are the co-workers of God, and we urge you that you should not make this grace as in vain. അതായത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഗ്രേസിനെ നിങ്ങൾ വെയിനാക്കി കളയരുത്, നിങ്ങൾ നിഷ്ഫലമാക്കരുത്. ദൈവത്തിന്റെ കൃപ ലഭിച്ചത് നിങ്ങൾ. എന്നിട്ട് അവിടെ പൗലോസ്ലീഹ ഒരു കോട്ട് എടുക്കുന്നുണ്ട്. അത് യശയ്യാപ്രവചനത്തിൽ നിന്ന് എടുത്താ പറയുന്നത്. യശയ്യാപ്രവചനം 49-ാം അധ്യായത്തിൽ നിന്നാണ്. 49:9. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. സഫറിംഗ് സെർവന്റിനെ പറ്റി പറയുന്ന ആ പോയത്തിൽ നിന്ന് എടുക്കുന്ന ആ ഭാഗം എടുത്തിട്ട് പറയുകയാണ്, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ യശയ്യാപ്രവചകൻ എസ്കറ്റോളജിക്കലായിട്ട് നടത്തുന്ന പ്രോഫസിയെ എടുത്തിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ദാറ്റ് എസ്കറ്റോളജിക്കൽ ടൈം ഈസ് നൗ. ഇപ്പോഴാകുന്നു ആ സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു ആ രക്ഷാ ദിവസം. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻ ക്രോസ്. അതുകൊണ്ട് യശയ്യാപ്രവചകൻ പറയുന്ന ആ രക്ഷാ ദിവസവും ആ സുപ്രസാദ കാലവും ഒക്കെയാണ് ഇപ്പോഴ്. അത് ക്രിസ്തുവിൽ അത് സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ക്രിസ്തു നമുക്ക് തന്ന ആ നിരപ്പിന്റെ ശുശ്രൂഷയെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് പൗലോസ്ലീഹ നമ്മുടെ വീണ്ടും അവരോട് പറയുകയാണ്. എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ്ലീഹ ഒരു നീണ്ട ഒരു പട്ടിക അവിടെ കൊടുക്കുന്നുണ്ട്. ആ നീണ്ട പട്ടിക ഞങ്ങൾ ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്,
കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടും മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ട് സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ എന്ന് അത് പൗലോസ്ലീഹ തന്റെ അതിനകത്ത് ഇതിന് തുല്യമായ ഒരു ഭാഗം 11-ാം അധ്യായത്തിലുമുണ്ട്. 11:22 തൊട്ട് പറയുന്നുണ്ട്. 11 ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ അധികം പ്രാവശ്യം തടവിലായി, അധികം അടികൊണ്ട്, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാരാൽ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടിട്ടുണ്ട്. 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽപ്പെട്ടു, ഒരു രാപകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണങ്ങളിലുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പട്ടിണി, ശീതം, നഗ്നത, അസാധാരണ സംഗതികൾ സംഭവിച്ചത് കൂടാതെ ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരവും തിരക്കും എനിക്കുണ്ട്. പൗലോസ്ലീഹ തന്റെ ദ ഹാർഡ്ഷിപ്പ് ഫോർ ഹിസ് മിനിസ്ട്രി, അതാണ് ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും പറയാൻ പോകുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ തിയോളജിക്കൽ തോട്ട് പറഞ്ഞിട്ട് അതിനെ സിമെന്റ് ചെയ്യാനായിട്ട് വീണ്ടും പൗലോസ്ലീഹ ഈസ് കമ്മിങ് ബാക്ക് ടു ഹിസ് ഓൺ അപ്പോസ്റ്റോലിക് മിനിസ്ട്രി. And he's going to narrate the hardship he's enduring throughout his ministerial work. അതാണ് ഇനി അങ്ങോട്ട് തുടർന്ന് പറയാൻ പോകുന്നത്. അതൊരു നീണ്ടൊരു ലിസ്റ്റ്. ആ നീണ്ട ലിസ്റ്റ് വളരെ ഞാൻ പറഞ്ഞല്ലോ, വളരെ പൊയറ്റിക് ആയിട്ടും വളരെ സ്ട്രക്ചറലായിട്ടുമാണ് പൗലോസ്ലീഹ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ന് തൽക്കാലം ഇവിടെ നിർത്താം. അതിന്റെ പൗലോസ്ലീഹ പറയുന്ന ഇതിന്റെ സ്ട്രക്ചറലായിട്ട് ഒരു വിശദീകരിക്കുന്ന ഹാർഡ്ഷിപ്പ് ഇൻ ഹിസ് മിനിസ്റ്റീരിയൽ ലൈഫിനെ പറ്റിയും അതിന്റെ ബാക്കിയായിട്ട് പൗലോസ്ലീഹ പിന്നെ 11 മുതൽ 7 തുടക്കം വരെ പറയുന്നത് how you should implement this reconciliation in your life, in your എന്താ പറയുന്നത് ചർച്ച് ലൈഫ്, അല്ലെങ്കിൽ സഭാ ജീവിതത്തിൽ നിങ്ങളുടെ കൊരിന്ത്യ സഭയിൽ എങ്ങനെ നിങ്ങൾ ആ റെക്കൺസിലിയേഷൻ നിങ്ങൾ സാധ്യമാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതോടുകൂടി നമ്മൾ ഇത് കവർ ചെയ്യും. നമ്മൾ 7:4 തൊട്ട് 7-ന്റെ അവസാനം വരെയുള്ളത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കാരണം അത് 2:13 ബാക്കിയായിട്ടാണ് 7:5 മുതൽ വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ഹാർഡ്ഷിപ്പിന്റെ ലിസ്റ്റും അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളും കൂടെ ആകുമ്പോൾ നമ്മൾ ഈ 7 അധ്യായങ്ങളുടെ പഠനം പൂർണ്ണമാകും. അന്നേരം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ്. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഈ കഷ്ടാനുഭവ ആഴ്ച, നമ്മുടെ നോമ്പ്, വലിയ നോമ്പ്, ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു എത്തിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു മോറൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ നാം എല്ലാവരും അവന് വേണ്ടി ജീവിക്കണം. അത് പൊയറ്റിക്കായിട്ട് അവിടെ നോക്കിയാൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ജീവിച്ചിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ജീവിക്കണം എന്ന് വേണമെങ്കിൽ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ആ ചിന്ത വരേണ്ടത്. പക്ഷെ അവിടെ പറയുന്നത് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ജീവിച്ചിരിക്കുന്നവർ ഒരുവന് വേണ്ടി ജീവിക്കണം. ഒരുവൻ ആരാ? എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരുവൻ. അങ്ങനെ. പക്ഷെ അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരുവന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടു ലീവ് ഫോർ എവരി അതർ വൺ, എല്ലാവർക്കും വേണ്ടി ജീവിക്കുക എന്നുകൂടി അതിനർത്ഥമുണ്ട്. അങ്ങനെ ആ വാക്യം
ഈ ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ ഒരു ബേസിക് വാക്യമായിട്ട് മാറുന്നത്. അതാണ് ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 5:11 മുതൽ 5:21 വരെയുള്ള ഭാഗം. നമുക്ക് എന്തെങ്കിലും ചോദ്യമോ സംശയങ്ങളോ ഇത് കേട്ടിരുന്നപ്പോഴെന്തെങ്കിലും? ഇങ്ങനെ 3 ചിന്തകൾ പറഞ്ഞതിൽ 3-ാമത്തെ ചിന്തയെന്ന് നമ്മൾ പറഞ്ഞത് നിരപ്പിന്റെ ചിന്ത. മറ്റേ 1-ഉം 2-ഉം ചിന്ത മറന്നുപോയി. എന്തായിരുന്നു വെച്ചാ? അതെ, 1-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഈ 3-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായം 14-ലാണ് തുടങ്ങുന്നത്. അത് 3 വരുമ്പോഴും 3-ന്റെ 6-നകത്താണ് അത് അവതരിപ്പിക്കുന്നത്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർ, ദ മിനിസ്ട്രി ഓഫ് ന്യൂ കവണന്റ് എന്നുള്ളത്. ആ മിനിസ്ട്രി ഓഫ് ന്യൂ കവണന്റിനെ പിന്നെ പൗലോസ്ലീഹ അത് വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓൾഡ് കവണന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട്. ഓൾഡ് കവണന്റ് എന്ന് പറയുന്നത് മോശയുടെ കവണന്റ്. അത് കമ്പയർ ചെയ്ത് അതാണ് 3-ന്റെ അവസാനം വരെ പറയുന്നത്. എന്നിട്ട് 4 തുടങ്ങുമ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ 4 തുടക്കത്തിൽ വീണ്ടും പൗലോസ്ലീഹ തന്റെ അപ്പോസ്തോലികമായിട്ടുള്ള അധികാരത്തെ പറ്റി പറഞ്ഞതിന് ശേഷം 4:7 ആകുമ്പോഴാണ് പൗലോസ്ലീഹ പറയുന്നത് ദ എർത്തൻ വെസൽ, ദൈവത്തിന്റെ നിക്ഷേപം ഇരിക്കുന്ന മൺപാത്രങ്ങളാണ് ഞങ്ങൾ എന്നുള്ളത്. അതാണ് 2-ാമത്തെ തോട്ട്. ആ തോട്ട് എന്ന് പറയുന്നത് ഹൗ വി ആർ ട്രാൻസ്ഫോമിങ് ഇൻ അവർ ലൈഫ്, ഇൻ അവർ പ്രസന്റ് ലൈഫ് ആൻഡ് ഇൻ അവർ ഫ്യൂച്ചർ ലൈഫ്. ഫ്യൂച്ചർ ലൈഫിൽ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് 5:1 മുതൽ 10 വരെ പറയുന്നത്. അന്നേരം 4:7 മുതൽ 5:10 വരെയാണ് ആ തോട്ട് എന്ന് പറയുന്നത്. ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, അല്ലെങ്കിൽ ദ ലൈഫ് ഓഫ് ഡിസൈപ്പിൾ, ദ ലൈഫ് ഓഫ് ഹു അക്സെപ്റ്റ് ദ ക്രിസ്ത്യൻ ഗോസ്പൽ എന്നൊക്കെയുള്ള രീതിയിൽ. അതാ 2-ാമത്തെ തോട്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് ഈ എർത്തൻ വെസൽ. എന്തൊക്കെയായിരുന്നു? എർത്തൻ വെസൽ, ടെന്റ് ലൈക്ക് ബീയിങ്, ന്യൂ മാൻ, ഓൾഡ് മാൻ ആൻഡ് ന്യൂ മാൻ എന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞ് 3-ാമത്തെ തോട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞ ഈ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് 3-ഉം പരസ്പരം കണക്റ്റഡ്. ദ മിനിസ്ട്രി ഓഫ് ന്യൂ കവണന്റ് എന്നുള്ളതാണ് അടിസ്ഥാന ചിന്ത. മിനിസ്ട്രി ഓഫ് ന്യൂ കവണന്റ് അവസാനിക്കുന്നിടത്ത് നമ്മൾ എല്ലാവരും രൂപാന്തരം പ്രാപിക്കണം എന്ന് പറഞ്ഞിട്ടാണ് 3-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് ന്യൂ കവണന്റ് എന്നുള്ളതാണ് 4-ലും 5-ലും പറയുന്നത്. വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദാറ്റ് ന്യൂ കവണന്റ് മിനിസ്ട്രി എന്ന് ചോദിച്ചാൽ ദ കണ്ടന്റ് ഈസ് ടു ബി റിക്കൺസിൽഡ്. അതാണ് 5-ന്റെ അവസാനത്തിലും 6-ലും പറയുന്നത്. താങ്ക് യു അച്ഛാ. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാച്ചാ. ശുദ്ധമുള്ള പിതാവേ, എന്തോ പറഞ്ഞു? അടുത്ത ആഴ്ച കഷാൻവാഴ്ചയല്ലേ? അപ്പൊ എന്നും പള്ളിയിലൊക്കെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ക്ലാസ് ഈസ്റ്റർ കഴിഞ്ഞ് വെക്കാൻ പറ്റുമോ? നമ്മളത് ആലോചിച്ചിട്ട് നിങ്ങളെ അത് അറിയിക്കും, മെസ്സേജ് ചെയ്യും. എല്ലാവർക്കും സന്ധ്യാനമസ്കാരം ഉണ്ട്, അതുകൊണ്ടാണ് എല്ലാവർക്കും. നമ്മള് ഈ 3 ടൈം സോണിൽ ഇരിക്കുന്നവരും കൂടെ ആണല്ലോ അല്ലെ. ഇവിടെ ഇപ്പം നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴും മറ്റേ ടൈം സോണിൽ ഇരിക്കുന്നവര് സന്ധ്യാനമസ്കാരത്തിലായിരിക്കും. അത് ആലോചിച്ചിട്ട് നമുക്കൊക്കെ ഈസ്റ്റർ കഴിഞ്ഞാലും ഒരു ക്ലാസ് കൂടെ ആകുമ്പോൾ അത് പറഞ്ഞതിന് ശേഷം നമുക്കിത് മൊത്തത്തിൽ ഇപ്പൊ ഞാൻ മൊത്തത്തിൽ ഒരു പ്രാവശ്യം എല്ലാം കൂടെ ആവർത്തിച്ചു. അതുപോലെ നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് കൂടെ മതി. ഓക്കെ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാ, ജയമുള്ള സ്ലീബായ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങൾ ചമയ്ക്കണമേ. ദൈവമായ കർത്താവ് നേരം എല്ലാ സമയത്തും
നിന്റെ ദൈവത്തിന്റെ ചിറകിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ഞങ്ങളെല്ലാവരോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.